സ്മാർട്ട് അംഗനവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 26 വൈകിട്ട് 4:30 മട്ടന്നൂരിൽ നടക്കും. മട്ടന്നൂർ മാനവം മൈതാനത്ത് നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ സംഘാടക സമിതി യോഗം കെ ശൈലജ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയും ആനുകാലികമായി പരിഷ്കരിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അംഗൻവാടി പ്രവർത്തിക്കുന്ന അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും ഒക്കെ ആയിട്ടുള്ള നൂറുകണക്കിന് ആളുകളുടെ ജീവിതം, അതുപോലെ തന്നെ സൂപ്പർവൈസർമാരും CDPOമാരും ഒക്കെ ആയിട്ട് ഈ വകുപ്പിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ, അവരുടെയൊക്കെ ജോലി അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. എന്നാൽ അടുത്ത കാലത്തായിട്ട് നമ്മുടെ അംഗൻവാടികളിൽ കുട്ടികൾ കുറഞ്ഞു വരുന്നു എന്നൊരു തോന്നൽ മാത്രമല്ല, കേന്ദ്ര ഏജൻസികളടക്കം നമ്മളെ അങ്ങനെ കുറ്റം പറയാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാവർക്കും അറിയാം, ICDS പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് നിരന്തരമായി മുറവിളി കൂട്ടിയതിന്റെ ഫലമായി ചെറിയ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരു കേന്ദ്രം വേണമെന്ന് മഹിളാ സംഘടനകളും മറ്റും നിരന്തരമായി ആവശ്യപ്പെട്ടതിന്റെ കൂടി ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ആരംഭിക്കുന്നത്. അങ്കണവാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. മട്ടന്നൂർ നഗരസഭയിലെ ദേവർക്കാട്, ഇടവേലിക്കൽ അങ്കണവാടികൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 32 സ്മാർട്ട് അങ്കണവാടികളാണ് ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുക. സംഘാടക സമിതി രൂപവൽക്കരണ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ N ഷാജിദ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV മിനി, PK ഷൈമ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M രതീഷ്, അമർനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. സംഘാടക സമിതി ചെയർപേഴ്സണായി കെ ശൈലജ MLAയെയും ജനറൽ കൺവീനറായി N ഷാജിത്തിനെയും കൺവീനർമാരായി CA ബിന്ദു, അമർനാഥ് എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.